ശരത്ലാൽ ചേരുന്ന വിവരങ്ങളുമായി. ശരത്ലാൽ, വലിയ പ്രതിഷേധമാണോ അവിടെ ഉള്ളത്? എന്താണ് അവിടുത്തെ സാഹചര്യം? ഏതൊക്കെ വിഷയങ്ങൾ ഉയർത്തിയാണ് നിലവിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്കുള്ള മാർച്ച് SFIയുടെ? मोदी सरकार मुर्दाबाद। इंकलाब जिंदाबाद। ശരത്ലാൽ, കേൾക്കാമോ? കേൾക്കാം. എന്താണ് നിലവിലെ സാഹചര്യം അവിടെ? ഏതൊക്കെ വിഷയങ്ങൾ ഉന്നയിച്ചാണ് ഈ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്കുള്ള SFIയുടെ മാർച്ച്? നിലവിലെ പോലീസ് ബലം പ്രയോഗിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവരെ ബസ്സിൽ കയറ്റി വളരെ ബലം പ്രയോഗിക്കേണ്ടി വന്നു പോലീസുകാർക്ക് എന്നുള്ളതാണ്. കാരണം പോലീസിന്റെ കണ്ണു വെട്ടിച്ചിട്ടാണ് ഒരു ഭാഗം അഖിലേന്ത്യാ അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള ഒരു ഉപകാരം വിദ്യാർത്ഥികൾ ഗേറ്റിലെത്തിയത്. മന്ത്രാലയത്തെ ഗേറ്റിൽ വെച്ച തടയുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് മന്ത്രാലയത്തെ തടഞ്ഞ അവസ്ഥയിലാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്. അവരെ എല്ലാം തന്നെ ഇവിടെ പോലീസ് ബസ്സിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ അവരെ പാർലമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും വിദ്യാർത്ഥികൾ പോലീസ് ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് തന്നെ ഈ മന്ത്രാലയത്തിന്റെ ഗേറ്റ് വരെ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. പോലീസിനെ സംബന്ധിച്ചോളം പോലീസ് ജാഗ്രതയായിരുന്നു. കഴിഞ്ഞ 2 മണിക്കൂറായി വിദ്യാർത്ഥികളും സംശയിക്കുന്ന എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു. എന്നാൽ നമുക്കിപ്പോൾ കാണാൻ കഴിയും വളരെ 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 പെട്ടെന്നായിരുന്നു വിദ്യാർത്ഥികൾ ഒരു ഭാഗത്ത് സംഘടിക്കുകയും അഖിലേന്ത്യാ ആദർശം സജിയുടെ നേതൃത്വത്തിൽ മന്ത്രാലയത്തിലെ ഗേറ്റ് വരെ എത്തുകയും ചെയ്തത്. ആ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഏതായാലും വളരെ ശക്തമായി പോലീസ് വളരെയധികം ബലം പ്രയോഗിച്ചാണ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. കാരണം അഖിലേന്ത്യാ അധ്യക്ഷനടക്കം കൊണ്ടുകൊണ്ടാണ് പോലീസ് വാഹനത്തിൽ കയറ്റിയത്. ഏതായാലും ഇപ്പോൾ SFI ആവശ്യപ്പെട്ടിരിക്കുന്ന SFI അഖിലേന്ത്യാ അധ്യക്ഷൻ നടത്തിയ മാർച്ച് കാരണം യുജിസിയിലെ നടപടിക്രമങ്ങളും യുജിസിയിൽ പുതിയ മാനദണ്ഡങ്ങൾക്കുമെതിരെയാണ് മാർച്ച്. ഏതായാലും ഇതിന് വളരെ പ്രധാനമുണ്ട്. കാരണം PM ശ്രീ അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരുമായി ധർമ്മേന്ദ്ര പ്രധാൻ ഒത്തുപോകുന്നൊരവസ്ഥയിലാണ് SFI ഇത്തരമൊരു സമരത്തിന് വന്നത് എന്നുകൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെയധികം പ്ലാനോടുകൂടി മന്ത്രാലയത്തിന്റെ ഗേറ്റ് വരെ എത്തിയ ഒരു അവസ്ഥയാണ് കണ്ടത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിനെ പൂർണ്ണമായി കബളിപ്പിച്ചുകൊണ്ടായിരുന്നു SFI അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികൾ ഈ മന്ത്രാലയത്തിന്റെ ഗേറ്റ് വരെ എത്തിയത്. ഇതിന്റെ അടുത്താണ് മാനവ വിഭവശേഷി മന്ത്രാലയം പ്രധാനന്റെ, അതായത് ധർമ്മേന്ദ്ര പ്രധാനന്റെ ഓഫീസ് ഇവിടെ വരെ എത്തി എന്നുള്ളതാണ്. കാരണം നേരത്തെ പല വിദ്യാർത്ഥികളെയും നടന്നു വരുമ്പോൾ തന്നെ SFI വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ പോലീസിനെയൊക്കെ കണ്ണുവെട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ
ഈ മന്ത്രാലയത്തിന്റെ ഗേറ്റ് വരെ എത്തിയത്. അവിടെ വെച്ചാണ് നേരത്തെ നമ്മൾ കണ്ടതുപോലെ പോലീസ് ശക്തമായി ബലം പ്രയോഗിക്കും, വലിച്ചിഴച്ച് വിദ്യാർത്ഥികളെ വാഹനത്തിൽ കയറ്റുകയും ചെയ്ത്. SFIയെ സംബന്ധിച്ചോളം അതായത് SFI നേരത്തെ ഈ മാർച്ചിന് അനുമതി തേടിയിരുന്നു. എന്നാൽ പോലീസ് കമ്മീഷൻ അനുമതി നിഷേധിച്ചിരുന്നു. എന്നാൽ പാർലമെന്റിന് തൊട്ടടുത്തുള്ള ഈ മന്ത്രാലയത്തിന്റെ അടുത്തുവരെ പ്രതിഷേധം എത്തിക്കാൻ SFI കഴിഞ്ഞു. UGC മാർഗനിർദ്ദേശങ്ങൾക്കെതിരെയുള്ള വി വിൽ വെയിറ്റ്, ഞങ്ങൾ പഠിക്കും പോരാടും എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് SFI ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഡൽഹി പോലീസിനെ സംബന്ധിച്ചോളം അവരുടെ കൈകളിൽ നിന്ന് മാറിപ്പോയ ഒരു പ്രതിഷേധം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഡൽഹിയിലെ SFI മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കുന്നു. ശരത്ലാലാണ് വിവരങ്ങൾ നൽകിയത്.